5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക, ജനങ്ങളുടെ ഓടൊപ്പം നിൽക്കുക, ജനങ്ങളിൽ നിന്ന് പഠിക്കുക, ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുക എന്ന വളരെ ജനകീയമായിട്ടുള്ളൊരു ജനാധിപത്യ രീതിയാണ് സുഭാഷിതം പാലിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ പ്രശ്നങ്ങൾ കാണാതിരിക്കാനാവില്ല. ഞാനിത് ആമുഖമായി പറഞ്ഞത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി IAS-കാരെ സംബന്ധിച്ച് ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തു, അതിൽ നിന്ന് കുറേ IAS-കാരുടെ തന്നെ ഡിമാൻഡ് പ്രകാരമാണ് രണ്ടാമത്തെ വീഡിയോ ചെയ്തത്. 2 വീഡിയോയ്ക്കും അത്യാവശ്യം റീച്ചുണ്ട്. അപ്പോഴാണ് എൻ്റെ ഫോൾഡറിൽ, അത് വാട്സപ്പിലാകട്ടെ ഫേസ്ബുക്ക് നമ്മുടെ മെയിലിൽ ID-യിലാകട്ടെ, ധാരാളം പരാതികൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് പലരെക്കുറിച്ച്. അപ്പോൾ അതെല്ലാം വീഡിയോ ചെയ്യൽ എൻ്റെ ജോലിയല്ല, കാര്യം ഇത് IAS സ്പെഷ്യൽ ചാനലൊന്നുമല്ല, അപ്പം അതെൻ്റെ ജോലിയുമല്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു വിഷയം, അത് പറയാതെ പോകുന്നത് ഈ രാജ്യത്തെ കേരളത്തിലെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആഗ്രഹമാണ് അവന് നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത്. അപ്പം നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം, ഇത് കഴിഞ്ഞാൽ അവൻ്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്ന വസ്ത്രമാണ്. അതും കൂടെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അവൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് നല്ലൊരു പാർപ്പിടം ഉണ്ടാകുമ്പോഴാണ്. കയറിക്കിടക്കാൻ ഒരു കൂര എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് കേരളീയരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് വീടുകൾ. ഈ മേഖലയിലാണ് 2016 വരെ വലിയ ചൂഷണവും ബഹളവും ഒക്കെ ഈ രാജ്യത്തുണ്ടായിരുന്നു. അതിന് പരിഹാരമുണ്ടാക്കാനാണ് റെറ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, റിറ എന്നിനി അങ്ങോട്ട് ഞാൻ പറയാം. റിറ കൊണ്ടുവന്നത്, റിയൽ എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും റിയൽ എസ്റ്റേറ്റുകാരെ സംരക്ഷിക്കാനാണ്. അല്ല, അത് പാവപ്പെട്ട ആളുകൾക്ക്, വീട് വയ്ക്കുന്ന ആളുകളെ സംരക്ഷിക്കുവാനാണ്. ഈ രംഗത്തെ ചൂഷണമില്ലാതാക്കുവാനാണ്. സത്യസന്ധമായി മാന്യമായി വ്യവസായം നടത്തുന്ന, അല്ലെങ്കിൽ ഇതൊരു റിയൽ എസ്റ്റേറ്റ് സംവിധാനം ചെയ്യുന്ന, വീട് വെച്ച് കൊടുക്കുന്ന ആളുകൾക്ക് സഹായിക്കാനാണ്. സത്യസന്ധർക്ക് നിലനിൽക്കാനും ജനങ്ങളെ സഹായിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ റെറയുടെ 2016 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നൊരു ആക്റ്റാണ്. ആക്ടിൽ പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് പ്രോജക്ട്സ്, റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളെല്ലാം രജിസ്റ്റർ ചെയ്യണം. അത് തന്നെ സുതാര്യമാക്കാനാണ്. ഗ്രീവൻസ് റിട്രീസലുണ്ട്, പരാതി പരിഹാരമുണ്ട്. ആളുകളുടെ പരാതിയാണ് കൂടുതൽ പരിഹരിക്കുന്നത്. ഇപ്പോൾ വീട് വാങ്ങുന്ന ആളുകൾ, ഫ്ലാറ്റ് വാങ്ങുന്ന ആളുകൾ, വില്ല വാങ്ങുന്ന ആളുകളുടെയൊക്കെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഉണ്ട്. പെനാൽറ്റീസ്, ഫൈൻ അടിക്കാൻ പറ്റും. അപ്പം വലിയ ഒരു സമാശ്വാസമാണ്, സ്വാതന്ത്ര്യമാണ് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ KRERA എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അതിനകത്തും പറയുന്നുണ്ട്, അവരുടെ സൈറ്റിലും പറയുന്നുണ്ട്, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ. ആപ്ലിക്കബിലിറ്റി, റെഗുലേഷൻസ് ടു ഡെവലപ്പേഴ്സ്, പ്രൊമോട്ടേഴ്സിനൊക്കെ ഈ നിയമം ബാധകമാണ്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനുമല്ല. അതുപോലെ ബയേഴ്സിനും ഒക്കെ ഉണ്ട്. ബയേഴ്സിനും വാങ്ങുന്നവർക്കും ഇതിനകത്തുണ്ട്. ഓൺലൈൻ സർവീസാണ്, അത് വളരെ പ്രധാനമാണ്. ഇനി ബാക്കി ഭാഗം വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൺലൈനാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഡിജിറ്റൈസ് ചെയ്ത് ഓൺലൈനിലാണ് സർവീസുകൾ. രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം ഓൺലൈനാണ്. അപ്പം ഡെവലപ്പേഴ്സ് ഏജൻസികൾ ഇത് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് അവർക്ക് ലൈസൻസ് പോലെ കിട്ടുന്നത്. നമ്പറൊക്കെ കിട്ടിയാലേ അവർക്ക്, ടോക്കണൊക്കെ കിട്ടിയാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ അതിനകത്ത് പ്രോജക്റ്റിന്റെ ഘടകങ്ങൾ, അതിന്റെ ഡീഡിന്റെ കാര്യങ്ങൾ, എൻകംബറൻസ് കാര്യങ്ങൾ, പ്രോജക്റ്റ് പ്ലാൻ, ഇതെല്ലാം കൊടുത്ത് അനുവാദം വാങ്ങണം. വളരെ സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ട്രാൻസ്പെറന്റ് ആവും, കൂടുതൽ കാര്യങ്ങൾ സുതാര്യമാവും, അക്കൗണ്ടബിലിറ്റി വരും. വാങ്ങുന്നവർക്കും വരും, വീട് വയ്ക്കുന്നവർക്കും വരും, പിന്നെ വച്ചു കൊടുക്കുന്ന ഏജൻസികൾക്കും വരും. അപ്പം നല്ലൊരു അക്കൗണ്ടബിലിറ്റി എല്ലാവർക്കും വരും. ടൈമിലി പ്രോജക്റ്റ് കംപ്ലീഷൻ വരും. ഇതെല്ലാം വരും. ഇതിനാണ് റെറ എന്ന സംവിധാനം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ ഇത് കൊണ്ടുവന്ന് 2016 അതിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു ആർക്കിടെക്റ്റിനെ അതിന്റെ ചെയർമാനാക്കാൻ ശ്രമിച്ചു. പക്ഷേ മറ്റ് പല കാരണങ്ങളാൽ അതായില്ല. പിന്നെ അതിനുശേഷം റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ് അതിന്റെ ചെയർമാനായത്. വളരെ ഭംഗിയായത് പോവുകയായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞാനിപ്പോൾ അവസാനമായിട്ട് നോക്കുമ്പോൾ ഈ പരാതികളൊക്കെ വന്നതിന് ശേഷം സൈറ്റ് പരിശോധിക്കുമ്പോൾ ഡോക്ടർ ആശ തോമസ് IAS റിട്ടയർഡ് അവർകളാണ്, മാഡമാണ് ഇതിന്റെ ചെയർപേഴ്സൺ. മാത്രമല്ല ഡോക്ടർ B സന്ധ്യ IPS ഉണ്ട്, റിട്ടയർ ആയിട്ടുള്ള, അവർ ഇതിന്റെ കമ്മിറ്റിയിൽ മെമ്പറാണ്. അതുപോലെ തന്നെ കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? വലിയ ഡിലേ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഡിലേ വരുമ്പോൾ ഗ്രീവൻസ് സെല്ലിലെ ഒക്കെ ഉള്ള സംവിധാനത്തിൽ, ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മുടെ IAS-കാർക്ക് എത്ര സമയം വേണം?
അതൊന്ന് ക്ലിക്ക് ചെയ്ത ഒറ്റ ക്ലിക്കിൽ വിടാവുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കി, യെസ്, ഷട്ടപ്പ്, പുട്ടപ്പ്, പ്ലീസ് ഡിസ്കസ്, സാങ്ഷൻഡ്, ഡിലേഡ്, ഇങ്ങനെയുള്ള 6-7 വാക്കുകൾക്കപ്പുറം വിശദമായി പേജുകളോളം ഒരു IAS ഇരുന്ന് നോട്ട് എഴുതാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, അല്ലെ തൊട്ട് താഴെയുള്ള സെക്രട്ടറിയെ വിളിച്ച്, ഇത് അവിടെയാണെങ്കിൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫയലിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് വരൂ എന്ന് പറയുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ IAS ഇരുന്നിട്ടല്ലല്ലോ മുഴുവൻ ഫയലും നോക്കുന്നത്. ഇവിടെ സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, ഒരു പേരും വെച്ചിട്ടുണ്ട്, സുജ മത്തായി. അപ്പോൾ അതും വനിതയാണ്. അപ്പോൾ കൂടുതൽ സൗകര്യമാണ് ഡോക്ടർ ആശ തോമസിന്. അപ്പോൾ കൂടുതൽ സമയം ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അല്ലാതെ ഇരുന്ന് ഓഫീസ് സമയം കഴിഞ്ഞ് ഒരുപാട് സമയം ഡിസ്കസ് ചെയ്താൽ പിന്നെ ഓഫീസ് സ്റ്റാഫൊക്കെ കുറെ കഥകൾ ഇറക്കും. അങ്ങനത്തെ രാജ്യത്ത് നമ്മൾ താമസിക്കുന്നത്, ഒരു സമൂഹത്തിൽ താമസിക്കുന്നത്, അതുമില്ല. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഈ ആശ തോമസ് മേഡത്തെക്കുറിച്ച് വലിയ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പരാതി എന്താന്ന് പറഞ്ഞാൽ, അവർ റിട്ടയർ ആയതിനു ശേഷം അവിടെ വന്ന് വിപുലമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ പേരിൽ ക്യാബിൻ വലുതാക്കുക, സാമ്പത്തികമായ കാര്യങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധി വരുത്തുന്ന രീതിയിലുള്ള വിപുലമായ സന്നാഹം ആയിക്കോട്ടെ. അവർ റിട്ടയർഡ് IAS കാരിയാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ഗമയൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇരുന്നോട്ടെ, അതിന് എനിക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. പക്ഷെ അവർ അവിടുത്തെ സ്റ്റാഫിനെ കാണാൻ അനുവദിക്കുന്നില്ല, ഫയലുകൾ ഡിസ്കഷൻ നടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിന് അഭിപ്രായം പറയാൻ കഴിയണമെന്നേ. പബ്ലിക്കിന് പ്രധാനമന്ത്രിയെ വരെ അഭിപ്രായം പറയാനുള്ള സമയം വെച്ചിട്ടുള്ള രാജ്യത്താണ്. മന്ത്രി ഓഫീസിൽ നിങ്ങൾ നോക്കൂ, 3 മണി മുതൽ എന്ന് വെച്ചിരിക്കുന്ന പൊതുജനങ്ങൾക്കാണ്. അന്നേരം അല്പം എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടെങ്കിൽ 3 മണിയൊന്നുമില്ല, മന്ത്രിമാർ എപ്പോഴും കേൾക്കും. 3 മണി എന്ന് പറയുന്ന വളരെ ഒരു അപരിചിതരായിട്ടുള്ള, ഒരു പരിചയമില്ലാത്ത സാധാരണ ജനങ്ങൾക്കാണ് 3 മണി വെച്ചിരിക്കുന്നത്. മന്ത്രിമാർ കേൾക്കും. അവരെ വീടുകളിലൊക്കെ പോയി നോക്കൂ, രാവിലെയും രാത്രിയും വൈകിട്ടും ഒക്കെ അവർ പൊതുജനങ്ങളുടെ പരാതി കേൾക്കുന്നവരാണ്. ആ ജനാധിപത്യമുള്ള രാജ്യത്താണ് ഈ ഡോക്ടർ ആശ തോമസിനെ പോലെയുള്ള ഈ വനിതാ മേഡം ഒരു പരാതിയും കേൾക്കുന്നില്ല. ആളുകളെ ക്യാബിനിൽ വരാൻ സമ്മതിക്കത്തില്ല, ആളുകൾക്ക് അപ്പോയിന്റ് കൊടുക്കത്തില്ല, പരാതികൾ കേൾക്കത്തില്ല. ഇത് എങ്ങനെയാണ്? നിങ്ങൾ എല്ലാ ദിവസവും 3 മണി മുതൽ അല്ലെങ്കിൽ 2 മണിക്കൂർ, 3 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ പരാതികൾ നേരിട്ട് കേൾക്കണം. അപ്പൊ നിങ്ങളുടെ ഉദ്യോഗസ്ഥരാണോ കുഴപ്പം? ഇത് ജനങ്ങളുടെ ആപ്ലിക്കേഷനിലാണോ കുഴപ്പം? റിയൽ എസ്റ്റേറ്റുകാരാണോ കുഴപ്പം? ഇവിടെ പിന്നെ വില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണോ കുഴപ്പം? ആരാണ് കുഴപ്പം? നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്നും ഡിസ്കഷൻ നിങ്ങൾക്കൊരു അസൈലമായിട്ട് എടുക്കരുത്. റിട്ടയർ ആയതിനു ശേഷമുള്ള ഒരു അസൈലം ആയിട്ട് എടുക്കരുത്. നിങ്ങളുടെ ഫാമിലിയും നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ പല വിവരങ്ങളും എടുക്കുമ്പോൾ, വ്യക്തിപരമായ വിവരങ്ങളൊക്കെ എടുക്കുമ്പോൾ, നിങ്ങൾ നല്ല സാമ്പത്തികമുള്ള, അത്യാവശ്യം നല്ലൊരു ഫാമിലിയിൽ നിന്ന്, ഒരു ഡോക്ടറുടെ മകളായിട്ടൊക്കെ വന്ന് നല്ലൊരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ ഈ ഒരു പരിധിവരെ പറഞ്ഞാൽ വെള്ളിക്കരണ്ടിയും സ്വർണ്ണക്കരണ്ടിയായിട്ടൊക്കെ ജനിച്ചു നമ്മൾ കളിയാക്കി പറയും. അങ്ങനെയൊക്കെയുള്ള നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്കും സമൂഹത്തിന്റെ ദുഃഖം അറിയണ്ടേ, സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയണ്ടേ? ഒരു വീട്ടമ്മ അല്ലെങ്കിൽ മിക്കവാറും ഇതൊക്കെ വാങ്ങുന്നതാരാ? ഗൾഫിൽ ഇരിക്കുന്നവരൊക്കെയാണ്, അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെയാണ് ഈ വീടൊക്കെ കൂടുതൽ റിയൽ എസ്റ്റേറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത്. ഫ്ലാറ്റ് ആയാലും വില്ലയൊക്കെ ആയാലും വളരെ സാധാരണ ലൈഫ് മിഷനിൽ വരുന്നവർ ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അവര് സ്ത്രീകളും കുട്ടികളും ഒക്കെ വന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വീടിന് ഓർഡർ കൊടുക്കുമ്പോഴാണ് ഇവിടെ കുരുക്കുകളോടെ കുരുക്കുകൾ. ഈ കുരുക്കഴിക്കാനായിട്ട് ആരെങ്കിലും വന്നാലോ 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട, ഒറ്റ ക്ലിക്കിൽ ചെയ്യേണ്ടുന്ന ഓൺലൈൻ സംവിധാനങ്ങളെ യാതൊരു ധാരണയുമില്ലാതെ നോക്കുന്നില്ല. നിങ്ങൾ ഫയൽ തടഞ്ഞു വെക്കുന്നു എന്ന അഭിപ്രായം ആർക്കുമല്ല. പക്ഷെ ഫയൽ നോക്കണ്ടേ, ഫയൽ ക്ലിക്ക് ചെയ്ത് വിടണ്ടേ? നിങ്ങൾ ശുപാർശകൾ കേൾക്കില്ല എന്ന് പറഞ്ഞു, ശുപാർശ കേൾക്കണ്ട, പക്ഷെ പരാതികൾ കേൾക്കണ്ടേ? ആളുകളുടെ അഭിപ്രായം അറിയണ്ടേ? അവർക്ക് ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് പറയാനുള്ള സാഹചര്യം ഉണ്ടാകണ്ടേ? സ്റ്റാഫിനോട് പോലും ഭയങ്കരമായി ഷൗട്ട് ചെയ്യുക, ചൂടാവുക. അവരും ഒരു പ്രാവശ്യം, ഞാനൊരു ഡയറക്ടറൊക്കെ ആയിട്ടിരുന്ന ആളാണ്. നമ്മളെ സ്റ്റാഫിനോട് നമ്മൾ ബഹളം ഉണ്ടാക്കിയാൽ, ഞാൻ വേറെ കുറേ പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, നമ്മുടെ സ്റ്റാഫിനോട് നമ്മൾ വല്ലാതെ ബഹളം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അവർ പിന്നെ നമ്മളെ അടുത്ത് വരത്തില്ല, നല്ല കാര്യത്തിനും വരത്തില്ല, മോശം ഫയലും ഒരു കാര്യത്തിനും വരത്തില്ല. ഫയലിൽ കുഴപ്പമുണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കത്തില്ല, മേഡം കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ സംവിധാനങ്ങൾ. നിങ്ങളെക്കുറിച്ച്, മേഡത്തിനെ കുറിച്ച് മറ്റെനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. പക്ഷെ അല്ലെങ്കിൽ കുറേ IASകാരുമായിട്ട് ഞാൻ ചീഫ് സെക്രട്ടറിമാരായിട്ടുള്ള ഒരുപാട് IASകാരെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് IASകാർ എനിക്ക് പരിചയമുണ്ട്. അവരെക്കുറിച്ച് എനിക്കും നല്ല അഭിപ്രായമാണ്, അവർക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ അത് വേറെ വ്യക്തിപരമായ കാര്യമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. വളരെ കൃത്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ പോകുന്നു. നിങ്ങളൊരു റിട്ടയർഡ് അസൈലമായിട്ട് ഒരു വിശ്രമ ജീവിതം നയിക്കുന്നതിന്റെ ഭാഗമായി അവിടെ വന്നിരിക്കുന്നു. നമുക്ക് മനുഷ്യർക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം. മനുഷ്യർക്ക് 3 തരത്തിലാണ് ഈഗോയും കോംപ്ലക്സും ഒക്കെ വളരുന്നത്. ഒന്ന്, അവർക്ക് അനുഭവ സമ്പത്തും കൂടുതൽ പ്രായവുമാകുമ്പോൾ ഇതൊക്കെ കുറയും. കാര്യം ജീവിതം എന്തെന്ന് കൂടുതൽ പഠിക്കുമ്പോൾ ഈ ഈഗോയും കോംപ്ലക്സും ഒക്കെ കുറഞ്ഞ് കുറച്ചൊരു സ്പിരിച്വൽ ലൈനിലേക്ക് എല്ലാവരും പോകും. എത്ര അവിശ്വാസിയാണെങ്കിലും അങ്ങോട്ട് പോകും. 2, ചിലർക്ക് ഇതൊക്കെ അങ്ങ് കൂടി കയറിപ്പോവും. ചിലർക്കാണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ 3-4 വിഭാഗത്തിലാണ് ആളുകളുള്ളത്. ഏത് വിഭാഗത്തിൽ വേണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും മാഡം തീർച്ചയായും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചേ കഴിയൂ. നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് സെക്രട്ടേറിയറ്റിനകത്താണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ദൈനംദിനം ജനങ്ങൾ വരുന്ന സ്ഥലമല്ല.
അവിടെ ഇരുന്ന് നിങ്ങൾക്ക് താഴെയുള്ള സ്റ്റാഫിനോട് ഷട്ടപ്പും പുട്ടപ്പും എക്സ്പ്ലെയിനും ഡിസ്കഷനും ഒക്കെ വെച്ച് സമയം കളയാം. ഇത് പൊതുജനങ്ങൾ നേരിട്ട് വരുന്ന വില്ലേജ് ഓഫീസ് പോലെ, പഞ്ചായത്ത് ഓഫീസ് പോലെ, കോർപ്പറേഷൻ ഓഫീസ് പോലെ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അവൻ്റെ വീടെന്ന സ്വപ്നത്തെ നിങ്ങൾ വെള്ളം കോരി ഒഴിക്കരുത്. ഒരു പുരുഷായുസ് കൊണ്ടുണ്ടാക്കുന്ന പണം വീടെന്ന സ്വപ്നത്തിന് വേണ്ടി മുടക്കുന്ന മലയാളിയുടെ ജീവിത സ്വപ്നത്തിൽ നിങ്ങൾ താമസിപ്പിക്കുന്ന ഓരോ മിനിറ്റും അവൻ്റെ ഉള്ളിലെ തീയാണ്. കാരണം ഇവിടെ സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും പെയിൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ലാൻഡിൻ്റെയൊക്കെ വാല്യൂ അനുനിമിഷമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിടിച്ചു വയ്ക്കുന്ന, തടഞ്ഞു വയ്ക്കുന്ന, ഒപ്പിടാതിരിക്കുന്ന നിങ്ങളുടെ ആലസ്യത്തിലുള്ള ഓരോ ഫയലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ പോലെ ജീവിതമല്ല, അഗ്നി പരീക്ഷയാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവായി മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ജനങ്ങൾ ഡയറക്റ്റ് ബന്ധപ്പെടാത്ത കശുവണ്ടി അണ്ടിമുക്ക് കോർപ്പറേഷൻ മുതൽ ധാരാളം കോർപ്പറേഷനുകൾ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും കോർപ്പറേഷൻ്റെ MD ആയിട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വന്നിരുന്നിട്ട് പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ മധ്യവർഗക്കാരൻ്റെ വീടെന്ന സ്വപ്നത്തിൽ വെള്ളം കോരി ഒഴിക്കരുത്. കഴിയുന്നത് വേഗം ഈ വീഡിയോ മാഡത്തിന് എത്തുമെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നേരിട്ട് നമ്പറില്ല, എന്തായാലും ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. എത്തിയാൽ മാഡം ഇത് കേൾക്കണം. ഇത് മാഡത്തിനെതിരെ വ്യക്തിപരമായ ഒരു ആക്ഷേപമോ വ്യക്തിഹത്യമോ അല്ല. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തിലെ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളിയുടെ വീടെന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ ഇരിക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരു റിട്ടയർഡ് ആയിട്ടുള്ള IAS കാരിയോടുള്ള അപേക്ഷയാണ്. തീർച്ചയായും ഇത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.